അടിപൊളി സിനിമയായിരുന്നു. എന്തൊക്കെയോ ഡൗട്ട് തോന്നി, കാരണം പടം കയ്യിൽ നിന്ന് പോകുന്നത് പൊളിയാണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, സെക്കൻഡ് പാർട്ടൂടെ ഉണ്ട്. അതിൻ്റെ ഒപ്പം വന്നിട്ടില്ല, എന്നാലും കുറച്ച് എന്താ പറയുക പൂർവികരുള്ള കഥയും ഇപ്പോഴുള്ള സ്റ്റോറിയായിട്ട് വന്നിരിക്കുന്നത്. അത് സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി സിനിമയായിരുന്നു. എന്താ പറയാൻ, ആട് 2 ഞാൻ 2-3 പ്രാവശ്യം കണ്ടിരുന്നു. ബട്ട് ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഫസ്റ്റ് ഭാഗം സെക്കൻഡ് ഭാഗം നല്ല അടിപൊളിയായിരുന്നു. ഇനി വെയിറ്റിംഗ് ഫോർ ദ കമ്മിങ്. അതെനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് ഇറ്റ്സ് ലൈക്ക് എ ടൈം ട്രാവൽ പടം എന്ന് പറയാം. ഒരു കാണാൻ ഒരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എന്താ പറയാൻ, ഒരുപാട് തമാശ ഉണ്ട്, ചിരിക്കാൻ ഒരുപാടുണ്ട്. പിന്നെ ഹൈപ്പായാലും അടിപൊളിയാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫിലിം ടു എൻജോയ്. അപ്പം എന്തായാലും ഈ പടം ഉറപ്പായിട്ടും കയറുമെന്ന് തോന്നുന്നു, നല്ല രീതിയിൽ കയറുമെന്ന് തോന്നുന്നു. സെക്കൻഡ് പാർട്ട് എങ്ങനെയാണോ അതേപോലെ തേർഡ് പാർട്ടും കയറും. അല്ല, ഇറ്റ്സ് അമേസിങ്. പാർട്ട് 2 കണ്ടതുപോലെ തന്നെയാണ് ഇപ്പം പാർട്ട് 3 കാണാം. എല്ലാം സെയിം പക്ക. ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇൻട്രസ്റ്റിംഗ്, സോർട്ട് ഓഫ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് ഇപ്പം പുതിയ വർഷമായില്ല, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ഇറ്റ്സ് വണ്ടർഫുൾ. നോക്കുമ്പോഴത്തേക്കും പ്രസന്റ് പോർഷൻസും പാസ്റ്റ് പ്രസന്റും കൂടെയാണ് പറഞ്ഞത് കണക്ക് ചെയ്ത്. അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രസന്റ് വന്നപ്പോൾ കുറച്ച് ഫസ്റ്റ് ഹാഫ് വന്നപ്പോഴത്തേക്കും എന്തൊക്കെയോ ഡൗട്ട് തോന്നി, കാരണം പടം കയ്യിൽ നിന്ന് പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കേഷ് ഫീലാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ അതൊക്കെ മാറി. പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് മെയിനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇവരെ കോസ്റ്റ്യൂംസ്, പ്രസന്റിലെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ആ ഒരു അന്നത്തെ ഒരു ഫീൽ വരുത്തുന്നുണ്ട്. അതുപോലെ കോസ്റ്റ്യൂംസ് ചേർന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഹ്യൂമറൊക്കെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് പ്രസന്റ് പോർഷൻസില്ല മാത്രം വർക്കായത്, പാസ്റ്റിലൊന്നും വലുതായിട്ട് വർക്കായില്ല. പിന്നെ വിനായകൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ആ സമയത്തുള്ള ഹ്യൂമറൊക്കെ ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും ആട് ഫ്രാഞ്ചൈസി എങ്ങനെയാണോ അതുപോലെ മൊത്തത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഹ്യൂമറൊക്കെ അവർക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് വൈസ് നോക്കുമ്പോഴാണ് പടത്തിൻ്റെ മെയിൻ ഡെപ്ത് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കേജ് ഫീൽ വന്നാലും സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ നല്ല രീതിയിൽ പടം പെർഫോമൻസ് വൈസ് ജയേട്ടനെ എങ്ങനെയുണ്ട് സിനിമ? സൂപ്പറാണ്, പൊളിയാണ്. ആട് 2 അല്ല, ആട് 3 10 തന്നെ വിളിച്ച് തൊണ്ടയൊക്കെ പോയി. എന്താ പറയാ, ഒന്നും പറയില്ല, പറയാൻ പറ്റില്ല, അത്ര അടിപൊളിയാണ്. അടിപൊളിയാണ്, അടിപൊളി, ഒന്നും പറയാനില്ല. നെക്സ്റ്റ് പാട്ടിന് ഒരു എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ച് ആണ്. മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. സൂപ്പറാണ്, ഒന്നും പറയാ, അടിപൊളി. സിനിമ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഹ്യൂമറൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. പാർട്ട് 2-നേക്കാളും എങ്ങനെയുണ്ട് മോളെ? സിനിമ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ജയസൂര്യയൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ചിരിച്ചോ? ഒരുപാട് ചിരിച്ചോ? നന്നായിട്ടുണ്ടോ? ഇങ്ങനല്ല, നന്നായിട്ടുണ്ടോ? ഓക്കെയാണോ? അത് കംപ്ലീറ്റ് ആയിട്ടില്ല, സെക്കൻഡ് പാർട്ടൂടെ ഉണ്ട്. അറിയില്ല കേട്ടോ, അത് ഒന്നും പറയാറായിട്ടില്ല. സിനിമയെ കുറിച്ച് ഒന്നും ഒരു കംപ്ലീഷൻ ആവുന്നിട്ടില്ല സിനിമയിൽ. എങ്ങനെയുണ്ട്? കൊള്ളാം. സിനിമ എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട്? എല്ലാവരും കൂടെ എന്താ അടിച്ചെന്ന് പറയാൻ തന്നെ ഉള്ള കാര്യം പറയാം. നെഗറ്റീവല്ല, എന്നാലും വിനായകൻ സൂപ്പറായിരുന്നു. വിനായകൻ്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. പിന്നെ ജയസൂര്യയുടെ ഒരു വൻ തിരിച്ചുവരവെന്ന് പറയാം. പിന്നെ നമ്മളെ പഴയ ആട് കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒപ്പം വന്നിട്ടില്ല, എന്നാലും കുറച്ച് എന്താ പറയുക പൂർവികരുള്ള കഥയും ഇപ്പോഴുള്ള സ്റ്റോറിയായിട്ട് വന്നിരിക്കുന്നത്. അത് കാണുന്നവർക്ക് അതിൻ്റെ രീതി മനസ്സിലാവുള്ളൂ. അതായത് രാജാക്കന്മാരുടെ രീതിയും ഇപ്പോഴത്തെ രീതി, അതായത് പൂർവികരുടെ കഥകളാണ് പറയുന്നത്. പിന്നെ എല്ലാവരും കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. എനിക്ക് കോമഡിയൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗുമ്മ കണ്ട്, പക്ഷെ ഇതിനെക്കാട്ടി നല്ല ഗംഭീരമായിരിക്കും അടുത്ത പാർട്ടെന്ന് പറയുന്നത്. കാര്യം കൊള്ളാമായിരുന്നു, കുഴപ്പമില്ല. ഞാൻ പറയുന്നില്ല, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. നെഗറ്റീവ് ഉള്ള കാര്യം പറയുന്നതാണ്. ഇതെന്താണ്
ടൂവിലെ ഫാൻസിൻ്റെ ആണ്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ടമ്മ? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കോമഡിയൊക്കെ എങ്ങനെ? ലിറ്ററലി കപ്പ് തൂക്കിയിട്ടുണ്ട്. കിടിലം പടം, എൻ്റർടൈൻമെൻറ്റ്. ലൈക്ക് ഒരു ആട് ഫ്രാഞ്ചൈസ് എങ്ങനെയാണോ കൊണ്ടുപോയത് അതേപോലെ ഒരു കൊണ്ടുപോയിട്ടുണ്ട്. സ്പെഷ്യൽ പറയേണ്ട ബീജം കൊള്ളാം. ഫസ്റ്റ് പാർട്ടിൻ്റെ അതേ ബീജം കൊണ്ടുപോയി. പിന്നെ ഫ്ലാഷ് ബാക്ക് പോർഷൻസിലും ബീജമൊക്കെ വർക്കായിട്ടുണ്ട്. കൊള്ളാം. അത് ലൈക്ക് എന്താ ഒരു കോമഡി രീതിക്ക് അവർ പ്രസൻറ്റ് ചെയ്ത് അത് നല്ലോണം വർക്കായിട്ടുണ്ട്. മൂഞ്ചിയിട്ടില്ല. അവർ കൊണ്ടുവന്ന കോൺസെപ്റ്റ് വർക്കായിട്ടുണ്ട്. കണക്ട് ആയിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ഫുൾ ഓൺ വൈബായിരുന്നു തിയേറ്റർ തുടക്കം തൊട്ട് അവസാനം വരെ. പാർട്ട് 2-നേക്കാളും സൂപ്പറാണോ? പാർട്ട് 2 ഇറങ്ങും. അതിനേക്കാളും സൂപ്പറാണോ? സൂപ്പറാണ്. സൂപ്പറാണ്. തിയേറ്റർ കത്തിച്ച് കൈ തന്നിട്ടുണ്ട്. ഒന്നും പറയില്ല. പീക്ക് ഓടം എന്ന് പറഞ്ഞാൽ പീക്ക് ഓടം, ഒന്നും പറയില്ല. തിയേറ്റർ വാസ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള നല്ല ക്രൗഡുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇഡിലായിരുന്നു, ഒന്നും പറയില്ല. പക്ക തിയേറ്റർ വാസ്. തൂക്കിയിട്ടേ തൂക്കുമെന്ന് പറഞ്ഞ് തൂക്കി, ഒന്നും പറയില്ല. എങ്ങനെയുണ്ട്? പടം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ട് തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പടമാണ്. ഞാനൊരു ഫ്രൈഡേ ഫിലിംസിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് പറയാമല്ല, ഷാജി പാപ്പനും പിള്ളേരും പ്രാവശ്യം കപ്പ് തൂക്കാൻ തന്നെയാണ് വന്നത്. കപ്പ് തൂക്കിയിട്ടേ പോകത്തുള്ളൂ. അടുത്തൊരു പാട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അടുത്ത പാട്ടിലോട്ട് വരാൻ പോകുന്നത്. ഏകദേശം നിങ്ങൾക്ക് രൂപം തരും. അങ്ങനെ എല്ലാവരും സാത്താൻ സേവിയർ തൂക്കി എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ്? സാത്താൻ സേവിയർ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരെയും ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുവന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതെന്ന് വെച്ചാൽ ആ ഒരു രീതി ചെയ്തേക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്ന് വെച്ചാൽ ഡ്യൂഡിൻ്റെ അതോടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇതുവരെ കണ്ടൊരു എൻട്രി റേഞ്ചിലല്ല അങ്ങോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ പടത്തിൻ്റെ ഹൈക്ക് ഒരു വേറെ റേഞ്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. നമുക്ക് വീട്ടിൽ OTT ഒന്നും ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഷാജി പാപ്പൻ ഫാൻസ് അസംബിൾ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കയറാൻ നമുക്ക് മലയാളത്തിൽ 100 കഴിഞ്ഞ് മുകളിലോട്ട് പോകാനുള്ളൊരു പടമാണ്. 100 കോറിന് മേളിൽ അടിച്ച് കയറാനുള്ളൊരു പടമാണ്. ഇപ്പോൾ ജയസൂര്യ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടനും ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഒരു തിരിച്ചുവരവ് തന്നെയാണ് അല്ലേ? പിന്നെ തിരിച്ചു വരാമെന്ന് ഞാൻ പുള്ളി ഫീൽഡിൽ നിന്ന് പോയിട്ടില്ല. പുള്ളി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഷാജി പാപ്പനും പിള്ളേരും ഒന്നും നമ്മുടെ തട്ടത്തിൽ തന്നെ ഉണ്ട്. എവിടെ പോകാനാണ്? അല്ലേ പിള്ളേരാണ് കോസ്റ്റ്യൂമിൽ വന്നേക്കുന്നതായിട്ടില്ല. അതെ, കണ്ടു. എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. ഒരു ഓരോ എൻട്രിക്കും ഓരോ ക്യാരക്ടേഴ്സിനും അതുപോലെ പ്രാധാന്യം കൊടുക്കുന്നൊരു ചിത്രം കൂടിയാണ് ആട്. കാരണം ആട് ഫ്രാഞ്ചൈസ് അടുത്തൊരു പാർട്ടോടും ഇല്ലയെന്ന് പറയുമ്പോൾ പലർക്കും വിഷമം ഇപ്പോഴും ഉണ്ട്. അതെ അതെ. കാരണം അത്രയും ഒരു പ്രേക്ഷകരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നൊരു ക്യാരക്ടർ ഒരുപാട് ഓളം ഉണ്ടാക്കിയ ഒരു സിനിമ. ഇനിയും ആൾക്കാരുടെ ഇടയിലേക്ക് ഇതിൻ്റെ ഓളം കൂടണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. തീർച്ചയായിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഈ പടത്തിൽ ഒരു പാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ഫാമിലി തന്നെ ചെയ്തവർക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത്രത്തോളം ഹാപ്പിയാണ്. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ തുടക്കം തന്നെ അടികപ്പിയൊരു കൂട്ടമണി കൂടിയാണ് എൻ്റെ സിനിമയിലോട്ടുള്ള തുടക്കം തന്നെ. അത് ഫ്രൈഡേ ഫിലിംസ് ഇറക്കി ആട് കഴിഞ്ഞ് ഏഷ്യാനെറ്റുള്ള പല ചാനലുകളിലോട്ടും ഭയങ്കര ഒരു ഹൈക്ക് കയറി നിൽക്കുന്നത്. അത് റീവാച്ച് വാല്യൂ ഉള്ളൊരു പടത്തിൽ ഒന്നാണ് അടികപ്പിയൊരു കൂട്ടമണി. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പേഴ്സണലി ഐ എം വെരി വെരി ഹാപ്പി. ആട് ഫ്രാഞ്ചൈസ് നമുക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട താല്പര്യത്തോടെ വീണ്ടും കണ്ട ഒരു ഇതാണ്. ആട് 1 തിയേറ്ററിക്കൽ വെർഷൻ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ഏറ്റെടുക്കുമായിരുന്നു. ആട് 2 അതുപോലെ തന്നെ ഏറ്റെടുത്തു. ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സിനിമ സീരീസുകളിലൊന്നാണ്. പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഇൻട്രോ ഓരോ ക്യാരക്ടറും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു സിനിമയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞതായതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം അതങ്ങനെ ട്വീക്ക് ചെയ്ത് ഒക്കെ കൊടുക്കാം. അപ്പോൾ അതൊരു പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒരു സിനിമയ്ക്കകത്ത്. പിന്നെ ട്രെയിലറിൽ കാണുന്നത് പോലെ തന്നെ ഇത് 2 ടൈം ലൈനിൽ സംഭവിക്കുന്ന ഒരു കഥയാണ്. അപ്പം അത് എഫക്റ്റീവിൽ അവർ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം സ്വിച്ച് ചെയ്ത് പഴയ കാലഘട്ടം ഈ ഒരു കാലഘട്ടം പിന്നെ ഒരു സസ്പെൻസിങ് ആയിട്ടുള്ള വേറൊരു സംഭവം കൂടെ ഉണ്ട്. അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ സ്പോയിലറായി പോകും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം ഡയലോഗ് വൈസ് കോമഡികൾ ധാരാളമുണ്ട്. അപ്പം അവരെ മേക്കിങ്ങിന് സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നു. കാരണം പഴയ കാലഘട്ടം എടുക്കുമ്പോഴത്തേക്കും കാരണം ആ ഒരു രീതിയിൽ കോമഡികൾ വർക്കാവണം. അപ്പം ആ ഒരു രീതിയിലൊക്കെ ഒരു പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഫൺ റൈഡാണ്. ഒരു നിറഞ്ഞ തിയേറ്ററിൽ ഒരു പാക്ഡ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഈ ഒരു സിനിമയുടെ ഒരു ലെങ്താണ്. കാരണം ആദ്യ പകുതി തന്നെ ഒരു 1.5 മണിക്കൂറോളം ഉണ്ട്. മൊത്തം ഒരു 3 മണിക്കൂറിന് അടുപ്പിച്ച് ഈ ഒരു സിനിമയുടെ ലെങ്ത് 2 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട്.
അതിന് ഇൻട്രോയിലും വിടാൻ വേണ്ടി നമ്മൾ ഒരു 3 മണിക്കൂറിൻ്റെ ഒരു സമയം എടുക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ഷോർട്ട് ആക്കിയിരുന്നെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു ജസ്റ്റ് ഒരു ഫൺ റൈഡ്. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഡിപ്പായി പോകുന്നു തോന്നുമ്പോഴത്തേക്കും നമ്മൾ അവർ ക്യാരക്ടറൈസേഷനെല്ലാം പിടിച്ച് അവർ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ ഇൻട്രോ ഏറ്റവും തൂക്കിയത് സാത്താൻ സേവിയറാണ്. ഡൂഡ് നമ്മൾ ഷാജി പാമൻ എല്ലാവരും ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പുള്ളിൻ്റെ ആ ഒരു ഇൻട്രോ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു വൈബ് പിടിച്ച് കാണുക, ഒരു വൈബ് പടം കാണുക. പിന്നെ ഒരു ലെങ്ത് ഒരു പ്രശ്നമായിട്ട് തോന്നി. കുറെ കൂടെ ഒക്കെ ഒന്ന് ആക്കിയിരുന്നെങ്കിൽ കുറെ കൂടെ ഒരു പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഇങ്ങനത്തെ ഒരു പ്രേക്ഷകരുടെ പ്രതീക്ഷകളെല്ലാം ഭയങ്കര വാനോളമായിരിക്കും. അത് എല്ലാവർക്കും അതൊരു ഇൻഡിവിജ്വലി സാറ്റിസ്ഫൈ ചെയ്യുന്നത് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിട്ട് അതൊരു നല്ല ഒരു വൈബ് പിടിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു ടൈം ലൈന്, ടൈം ട്രാവൽ ഇങ്ങനത്തെ സിനിമകൾ വ്യത്യസ്തത പിടിച്ച് പോകുന്ന സിനിമകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ കോമഡിയൊക്കെ വർക്കും, സെക്കൻഡ് ഹാഫ് വർക്കും, ഫസ്റ്റ് ഹാഫ് ഒരു കഥയിലോട്ട് വരുന്നൊരിതുണ്ട്. ആണോ? അതിനുശേഷം ഓക്കെ